അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ പുതുവർഷത്തിൽ പുതുക്കിയ വാർഷിക റിപ്പോർട്ട് പുറത്തിറക്കി. ICCയുടെ 2025 ഗ്ലോബൽ പ്രോസിക്യൂഷൻ ഇൻഡെക്സ് 20 രാജ്യങ്ങളിൽ ക്രൈസ്തവ പീഡനം അതിരൂക്ഷമാണെന്ന് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. 2025 ആഗോള ക്രൈസ്തവ പീഡന റിപ്പോർട്ടിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമീപകാലത്ത് നടന്ന വിവിധ സംഭവങ്ങളും ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളിലൂടെയും ആൾക്കൂട്ട ആക്രമണങ്ങളിലൂടെയും ക്രിസ്ത്യാനികളുടെയും മറ്റു മതന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. യേശു സ്നാപക യോഹന്നാനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച ജോർദാൻ നദിക്കരയോട് ചേർന്ന് നിർമ്മിച്ച പുതിയ കത്തോലിക്ക ദേവാലയത്തിന്റെ കൂദാശ ജനുവരി 10 നടക്കും. ജോർദാൻ നദിക്ക് സമീപമുള്ള മരുഭൂമി പ്രദേശമായ വാദി അൽ ഗരാറിൽ നിർമ്മിച്ച ദേവാലയം ചർച്ച് ഓഫ് ദി ബാപ്റ്റിസം ഓഫ് ജീസസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന തിരുക്കർമ്മങ്ങൾ ജനുവരി 10 വെള്ളിയാഴ്ച നടക്കും. വിശുദ്ധ നാട്ടിൽ നിന്നുള്ള കത്തോലിക്ക വിശ്വാസികളും വിദേശത്തു നിന്നുള്ള അതിഥികളും ഉൾപ്പെടെ 7000ഓളം പേർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വഭാവത്താലെ പ്രേക്ഷിതയായ സഭ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കും നന്മയുള്ള സമൂഹ നിർമ്മിതിക്കുമായി ആത്മാർപ്പണം ചെയ്യണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സീറോ മലബാർ സഭയുടെ മിഷൻ ഓഫ് നേതൃത്വം നൽകുന്ന പ്രേക്ഷിത വാരാചരണം സഭാസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷങ്ങളിൽ ഒറീസ, തെലങ്കാന, ആന്ധ്ര, നോർത്ത് ഈസ്റ്റ് എന്നീ മിഷൻ പ്രദേശങ്ങളിൽ ഉണ്ടായ പ്രേക്ഷിത വളർച്ചയെ അഭിനന്ദിക്കുകയും സീറോ മലബാർ സഭയ്ക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായി ലഭിച്ചിരിക്കുന്ന ഭാരതം മുഴുവനിലും ആഗോളതലത്തിലുമുള്ള മിഷൻ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ശക്തിപ്പെടുത്തണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. സീറോ മലബാർ സഭയുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള കമ്മിറ്റിയിൽ പുതിയ സെക്രട്ടറിമാരെ നിയമിച്ചു. റെവറന്റ് ഫാദർ റെജി പി കുര്യൻ പ്ലാത്തോട്ടം ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള കമ്മിറ്റിയുടെയും റെവറന്റ് ഫാദർ ഡൊമിനിക് അയലുപറമ്പിൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള കമ്മിറ്റിയുടെയും സെക്രട്ടറിമാരായി നിയമിതരായി. ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ ഫാദർ റെജി പ്ലാത്തോട്ടം സെന്റ് ബെർക്കുമൻസ് കോളേജിന്റെ പ്രിൻസിപ്പലായും കാഞ്ഞിരപ്പള്ളി രൂപതാംഗമായ ഫാദർ ഡൊമിനിക് അയലുപറമ്പിൽ കോർപ്പറേറ്റ് മാനേജറായും സേവനം ചെയ്തു വരികയായിരുന്നു. സീറോ മലബാർ സഭയുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള സിനഡൽ കമ്മിറ്റിയുടെ കൺവീനർ അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ് പെർമനന്റ് സിനഡിന്റെ അംഗീകാരത്തോടെ നിയമനങ്ങൾ നടത്തിയത്. ലത്തീൻ ആരാധനക്രമത്തിൽ കിഴക്കു നിന്നുമുള്ള പൂജാ രാജാക്കന്മാർ ബെത്ലഹേമിൽ യേശുവിനെ സന്ദർശിച്ച് കാഴ്ചകൾ സമർപ്പിച്ചതിന്റെ ഓർമ്മ ആചരിക്കുന്ന പ്രത്യക്ഷീകരണ തിരുനാൾ അഥവാ എപ്പിഫനി തിരുനാൾ ദിനത്തിൽ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ദേവാലയത്തിൽ വെച്ച് നടന്ന വിശുദ്ധ ബലിക്ക് ഫ്രാൻസിസ് പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തന്റെ സുവിശേഷ സന്ദേശത്തിൽ ജ്ഞാനികളെ യേശുവിലേക്ക് നയിച്ച നക്ഷത്രത്തിന് പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളുടെ ജീവിതത്തിലുള്ള സ്ഥാനം പാപ്പ എടുത്തു പറഞ്ഞു. നക്ഷത്രത്തിന്റെ പ്രകാശപൂരിതമായ മാനത്തെയും അത് എല്ലാവർക്കും ദൃശ്യമാകുന്നതിനെയും അതൊരുക്കുന്ന പാതയെക്കുറിച്ചും ഫ്രാൻസിസ് പാപ്പ വെളിപ്പെടുത്തി. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.